ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് യൂണിയൻ എന്താണെന്ന് നോക്കാം. എനിക്ക് തൊണ്ടയ്ക്ക് ഇച്ചിരി ഒരു സൗണ്ട് കറക്റ്റായിട്ട് വരുന്നില്ല. ഇച്ചിരി ത്രോട്ട് പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ട്വിൻ ഫ്ലെയിം ജേണിയിൽ DF ആണ് മനസ്സിലാക്കുന്നത് ഇത് ട്വിൻ ഫ്ലെയിം ജേണിയാണ് എന്നൊക്കെ. അപ്പോൾ ഇവർ പരസ്പരം കണ്ടുമുട്ടിയതിന് ശേഷം ഈ DM എന്തെങ്കിലും ഒരു ട്രിഗർ തന്ന് ഒരു സെപ്പറേഷൻ ഫേസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കുറച്ച് നാൾ ഇവർ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ചിലയിടത്ത് ഒരു കാരണങ്ങളും ഇല്ലാതെ ആയിരിക്കും, ചിലപ്പോൾ എന്താണ് കാരണം എന്ന് പറയുക പോലും ചെയ്യാതെ ആയിരിക്കും DM പോയിട്ടുണ്ടാവുക. ആ ഒരു ഫേസിൽ DF ഒരു എന്താ പറയുക, കുറേയധികം ഡിപ്രഷനിലൂടെയും പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഡിപ്രഷനിലൂടെയും ഒക്കെ കടന്നു പോകും. അത്രയും നാൾ നല്ലൊരു റിലേഷനിലിരുന്നിട്ട് പെട്ടെന്ന് നഷ്ടമാകുമ്പോൾ അത് ഫേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവർ DMഉം DFഉം ഒരു സോളിൻ്റെ രണ്ട് ഭാഗങ്ങളും രണ്ട് ശരീരങ്ങളാണ്. ഇവർ തമ്മിൽ തിരിച്ചറിയുകയും നല്ല സ്നേഹത്തിരിക്കുകയും ചെയ്തിട്ട് പെട്ടെന്ന് സെപ്പറേഷനിലേക്ക് പോകുമ്പോൾ DFനത് താങ്ങാൻ പറ്റില്ല. അതേസമയം DM ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ ഒരു ലോജിക്കൽ തിങ്കിങ്ങിലൂടെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡിലേക്കാണ് പോകുന്നത്. ഈ ഒരു റിലേഷൻ വേണ്ടാന്ന് വെച്ചിട്ടാകാം, ചിലപ്പോൾ സാഹചര്യങ്ങളുണ്ടാവാം, ചിലപ്പോൾ അവിടെ തേർഡ് പാർട്ടീസ് ഉണ്ടായിരിക്കാം. അങ്ങനെ DM ഇവരിൽ നിന്നും സെപ്പറേറ്റഡ് ആകുകയാണ്, എന്ത് കാരണം കൊണ്ടായാലും. ഈ സമയത്ത് ഈ ഒരു സ്ട്രഗിളിൽ നിന്ന് മുന്നോട്ടേക്ക് വന്ന് സാധാരണ ഒരു ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഏതൊരു റിലേഷൻഷിപ്പിലെയും പോലെ സാധാരണ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ കുറച്ചൊക്കെ പറ്റും. ഓക്കെ, നമുക്കതിൽ നിന്ന് വിട്ട് മുന്നോട്ടേക്ക് വരാൻ പറ്റും. പക്ഷെ വീണ്ടും ഇങ്ങനെ ഒരു സോൾ ടൈ ഉള്ളത് കൊണ്ട് ഇത് ഒരു DF പൂർണ്ണമാകണമെങ്കിൽ DM കൂടെ വേണം. ഒരു സോൾ ടൈ ഉള്ളതുകൊണ്ട് വീണ്ടും ഇങ്ങനെ നമ്മളിങ്ങനെ റിമൈൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഡിവൈൻ ഇതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് പോകാനായിട്ട് സാധിക്കില്ല. മനസ്സുകൊണ്ട് ഒട്ടും സാധിക്കില്ല, മാനസികമായിട്ടും ആത്മീയമായിട്ടും ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ പിന്നീട് നമുക്ക് ഇതിനെക്കുറിച്ച് ജേണിയെക്കുറിച്ചൊക്കെ ചിലപ്പോൾ അതിന് ശേഷമായിരിക്കും മനസ്സിലാക്കുന്നുണ്ടാവുക. പിന്നെ ഇന്നർ വർക്ക് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈ എനർജി ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കും നമ്മൾ ഇന്നർ വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് അപ്പോഴത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, പഴയതുപോലെ ആകണം, DMുമായിട്ട് പഴയതുപോലെ ആകണം എന്നുള്ളതാണ്. പഴയതുപോലെ ആകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതിൻ്റെ പുറത്ത് ഇന്നർ വർക്കൊക്കെ ചെയ്ത് മുന്നോട്ട് വരുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈ എനർജി ചേഞ്ചസ് നമ്മളെ കൊണ്ട് വേറെ പല രീതിയിൽ ചിന്തിപ്പിക്കും. വളരെ നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കും. ഡിപ്രഷൻ വീണ്ടും പഴയ പോലെ ഒരു അത്രയ്ക്കല്ലെങ്കിലും എന്നാലും ഒരു ഡിപ്രഷൻ സ്റ്റേജ്, ആത്മീയമായിട്ട് തളർന്നു പോകും. ഇന്നവർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, ബട്ട് ഒരു ആത്മവിശ്വാസക്കുറവ് വരും. അപ്പോൾ ഇതിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷനൊന്നും കിട്ടാതെയോ അല്ലെങ്കിൽ വലിയ കമ്മിറ്റ്മെൻ്റൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ കുറേ എത്തിക്കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഈ യൂണിയനെക്കുറിച്ച് ചിന്തിക്കാതെ വരും. ആ ഒരു സ്റ്റേജിലേക്ക് എത്തും.
ഈ ഒരു സമയത്ത് ഡിവൈൻ നമ്മളോട് ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്യൂ. ഇപ്പോൾ ഈ മിററിൽ കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പോൾ ഈ DF തന്നെയാണ് ഈ DM. അപ്പോൾ ഈ DMലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മളിലേക്ക് എത്തണം. നമ്മൾ സ്വയം സ്നേഹിച്ച് നമ്മളിൽ കണ്ടൻറ്റഡ് ആയിട്ടിരിക്കണം. നമ്മളിൽ ഒരു ആത്മവിശ്വാസത്തോടെ നമുക്ക് ഒറ്റയ്ക്ക് ആയാലും മുന്നേറാൻ പറ്റും എന്ന് വെച്ച് DMനെ മൊത്തത്തിൽ മറന്നുകൊണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അത് നമ്മുടെ മനസ്സിലുണ്ട്, നമ്മൾ ഇന്നവർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ദൈവത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്. നമ്മൾ ഒരു ജേണി സക്സസ് ആകും. നമുക്ക് DMലേക്ക് എത്താനായിട്ട് യൂണിയൻ സംഭവിക്കും എന്നൊക്കെ ഒരു വിശ്വാസം നമ്മളവിടെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ സ്വയം വർക്ക് ചെയ്യണം. സ്വയം ഒരു ഗ്രോത്തിലേക്ക് എത്തണം. ഒരു വ്യക്തിക്ക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ആ വ്യക്തി പൂർണ്ണമാകുന്നത് അയാളുടെ എല്ലാ തലങ്ങളിലും. ഒരു വ്യക്തിക്ക് പല തലങ്ങളുണ്ട്. അയാളുടെ ആരോഗ്യം, സാമ്പത്തിക സ്ഥിതി, ഫാമിലി സ്റ്റാറ്റസ്, അതായത് ഫാമിലിയുമായിട്ടുള്ള ഒരു ബന്ധം, പിന്നെ അയാളുടെ ലവ് ലൈഫ്, എല്ലാ രീതിയിലും കരിയർ വൈസ് ഒക്കെയും അയാൾ സ്റ്റേബിളായിട്ട് വരണം. എല്ലാ തരത്തിലും നമ്മൾ ഇതുപോലെ ആത്മീയമായിട്ടുള്ള പാതയിൽ, മനോധൈര്യത്തിൽ എല്ലാം വളരെയധികം ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളായിട്ട് വരണം. നമ്മുടെ ബ്യൂട്ടി എല്ലാം ശ്രദ്ധിക്കണം. എല്ലാ രീതിയിലും സ്വയം ഞാൻ പൂർണ്ണമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഈ DMൻ്റെ പിന്നാലെ ഇങ്ങനെ ചേസ് ചെയ്ത് പോകുന്ന ഒരു പ്രവണത ഇല്ലാതെയാകും. അത് ഇതിന് മുന്നേ തന്നെ ആ ചേസിങ് മെൻറ്റാലിറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കും. കുറേ അധികം ചേസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ തന്നെ മടുക്കും. ചേസ് ചെയ്ത് കഴിഞ്ഞാലും ഈ മൈൻഡ്, അത് നമ്മൾ 3D ലൈഫിലുള്ള ചേസിങ്ങാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ മൈൻഡ് ഇങ്ങനെ ഓരോന്നാലോചിച്ച് ചേസ് ചെയ്ത്, നമ്മൾ പുറമേ ചേസ് ചെയ്യുന്നില്ലെങ്കിലും മൈൻഡിലിങ്ങനെ ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും, ആലോചിച്ചുകൊണ്ടിരിക്കും. അതവിടെ തീർച്ചയായിട്ടും അറിയാൻ പറ്റും DMന്. നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യവും അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത പോലും കൊടുക്കാതെ കംപ്ലീറ്റ്ലി സ്വയം നമ്മൾ അറിയില്ലേ, സ്വയം ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്ന വനിതകൾ. അതുപോലെ നമുക്കറിയാം ഈ ജേണിയിലാണെന്നറിയാം, DM അവിടെ ഉണ്ടെന്നറിയാം, നമ്മുടെ പാതിയാണെന്നറിയാം. നമ്മൾ അവരെ ഒരിക്കലും ഈഗോയിസ്റ്റിക്കായിട്ട് കാണുന്നില്ല. ഓക്കെ, അത് മനസ്സിൽ വെച്ച് സ്വയം കൺവിൻസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ കാര്യത്തിൽ കൂടുതൽ ഇൻവോൾവായി നമ്മളെ എങ്ങനെയാണോ വളരെ മനോഹരമായിട്ട് ടേക്ക് കെയർ ഓഫ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, എന്ന് വെച്ച് ഈഗോ ഒന്നും ഇല്ലാതെ. അതെങ്ങനെ പറയണം എന്ന് വെച്ചാൽ അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ഈഗോയിസ്റ്റിക് അല്ലാണ്ട് DMൻ്റെ ഒരു പൊസിഷൻ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഉയരാൻ കഴിയണം. പക്ഷേ ഇപ്പോൾ മാത്രമല്ല, ഫുൾ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് എല്ലാം അങ്ങനെ ആയിരിക്കണം. ഓക്കെ, ഒരു നാം എന്ന വ്യക്തിക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കണം. ആ ഒരു വ്യക്തി അതിപ്പോൾ ഈ ഒരു ജേണിയിലെന്നല്ല, മറ്റേതൊരു നമ്മളെ സാധാ ഒരു ലൈഫിലാണെങ്കിൽ പോലും, ഇപ്പോൾ ഒരു സ്ത്രീക്ക് അവിടെ നിന്നുള്ള രീതിയിലുള്ളൊരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം. അവൾക്ക് അവളുടേതായിട്ടൊരു നിലനിൽപ്പുണ്ടായിരിക്കണം. ആ ഒരു വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ പാർട്ട്ണറെ നമ്മൾ അഡ്മയർ ചെയ്യണം. തിരിച്ച് ആ പാർട്ട്ണർ അവരും അവരുടേതായ ഒരു പേഴ്സണാലിറ്റിയിൽ നിന്നുകൊണ്ട് അവരെ എന്താണോ പൂർണ്ണമാക്കുന്നത് ആ രീതിയിൽ ഒരു നെഗറ്റിവിറ്റിയും ഇല്ലാതെ അവരായി നിന്നുകൊണ്ട് അവർക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയണം, നമുക്ക് തിരിച്ചും സ്നേഹിക്കാൻ കഴിയണം. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരണമെന്നാണ് ഡിവൈൻ നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഈ ഒരു ജേണി എങ്ങനെയുണ്ട്, ഇതിൻ്റെ ഫേസസ് നമ്മൾ കടന്നു പോകണം. ഇതിലുള്ള കർമാസ് എല്ലാം ക്ലിയർ ചെയ്യണം. നമ്മൾ 3D ലൈഫിൽ, സാധാ ഒരു ലൈഫിൽ പറയുവാണെങ്കിൽ നമുക്ക് ആ ഒരു കാര്യമില്ല. ഓക്കെ, ഇത് നമ്മൾ മോക്ഷത്തിലേക്കുള്ളൊരു യാത്ര ആയതുകൊണ്ട്
എല്ലാ ബാഗേജസും നെഗറ്റിവിറ്റീസും എല്ലാം ക്ലിയർ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ യൂണിയൻ സംഭവിക്കും. അതിന് മുന്നേ ഇന്നർ യൂണിയൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇതിന് മുന്നേ സംഭവിച്ചു. ഞാൻ ഈ പറഞ്ഞു വന്ന യാത്രയ്ക്കിടയിൽ സംഭവിച്ചു. എപ്പോഴാണ്? നമ്മളാ മനസ്സിലാക്കിയില്ലേ, DM എന്ന് പറയുന്നത് എൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. ഞാൻ തേടിപ്പോകേണ്ടതില്ല, അത് എന്നിൽ തന്നെ ഉണ്ട്. അതവിടെ ആ ഒരു ചിന്ത നമ്മൾ നിലനിർത്തിക്കൊണ്ട് നമ്മളിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് വരുമ്പോൾ, നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് വരുമ്പോൾ ആ ഒരു യാത്രയ്ക്കിടയിൽ ഇന്നർ യൂണിയൻ സംഭവിക്കുകയാണ്. ഓക്കെ, ചേസിങ് മെൻറ്റാലിറ്റിയൊക്കെ കുറഞ്ഞ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് വരുമ്പോൾ അവിടെ ഉള്ളിൽ തന്നെ നമ്മുടെ പാർട്ണറെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ കാണുമ്പോൾ ആ ഒരു പോയിന്റിൽ ഇന്നർ യൂണിയൻ സംഭവിക്കുകയാണ്. അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ എല്ലാ തലത്തിലേക്കും ഫ്ലറിഷായി വരുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ കാഴ്ച അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നോക്കി നിങ്ങളുടെ 3D ലൈഫിലും എല്ലാം നിങ്ങളിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങുമ്പോൾ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ച് തുടങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു തലത്തിൽ എന്ത് ചെയ്യും? ഔട്ടർ യൂണിയന് സാധ്യമാകും. ഓക്കെ, ചിലപ്പോൾ വീണ്ടും കോണ്ടാക്റ്റിലേക്ക് വന്നെന്നിരിക്കാം. പിന്നെ അത് ഒരു ട്രഡീഷണൽ വേയിലേക്കൊക്കെ പോകുമ്പോൾ, ഒരു മാരേജ് എന്നൊരു രീതിയിലേക്കൊക്കെ എത്തിപ്പെടാൻ അത് ഡിവൈൻ ഏത് രീതിയിലായാലും അതൊക്കെ ഡിവൈൻ്റെ കയ്യിൽ നമ്മൾ സമർപ്പിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഈശ്വരൻ നമുക്ക് അതിനുള്ള വഴികൾ കാണിച്ചു തരും. നമ്മൾ ഈ ഒരു ജേണിയിലേക്ക് എത്തിയപ്പോൾ എന്തെല്ലാം അത്ഭുതകരമായ കാര്യങ്ങളിലൂടെയാണ് ജേണി തിരിച്ചറിഞ്ഞതും ജേണിയിലേക്ക് എത്തിയതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഒക്കെ. നമുക്ക് മുന്നേ കൂട്ടി ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അതുപോലെ അതിലേക്ക് നമ്മളെ എത്തിക്കും. ഓക്കെ, ഇത് നമ്മുടെ ലാസ്റ്റ് ജന്മമാണ്. ഈ ജന്മത്തിൽ നമ്മൾ ഈ കർമ്മ ബാഗേജ് എല്ലാം ക്ലിയർ ചെയ്ത് ഇന്നർ യൂണിയൻ സംഭവിച്ച് അവിടെ നിന്ന് നമ്മൾ 3D ലൈഫിലേക്കുള്ള ഒരു യൂണിയനിലേക്ക് വന്ന് പിന്നീട് ഒരു മോക്ഷപ്രാപ്തിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ നമുക്കതിന് സാധിച്ചില്ല എങ്കിൽ ചിലപ്പോൾ ഇനി ഒരു ജന്മം എടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ കൂടുതൽ ഈശ്വരനെ നമുക്ക് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരെയാണ്? നമ്മളെക്കാളും മറ്റുള്ളവരെക്കാളും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈശ്വരൻ തന്നെയാണ്. ഈശ്വരനിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ദൈവമേ എന്ന് വിളിച്ചാലും പ്രാർത്ഥിച്ചാലും അപ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്താൽ പോലും ഈശ്വരൻ നമ്മളെ കൂടെ ഉണ്ടായിരിക്കും, നമുക്ക് തുണയായിട്ട്. അപ്പോൾ ഈശ്വരനിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അതായത് നമുക്ക് ഈ ലൈഫിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്തൊരു ജന്മത്തിലേക്ക് പോയി വീണ്ടും അത് നമുക്ക് കർമ്മ ബാഗേജസ് ക്ലിയർ ചെയ്യേണ്ടി വരുമെന്ന് അത് ആലോചിച്ച് വിഷമിച്ചിരിക്കരുത്. നമ്മുടെ 5Dയിൽ ഈ DMഉം DFഉം ഒരണുകിട പോലും മാറിയിരിക്കാത്ത അത്രയധികം യൂണിയനിലുള്ള ആളുകളാണ്. അപ്പോൾ ഒരിക്കലും ഈ ഒരു റിലേഷൻ കട്ടായി പോകത്തില്ല. എന്താ പറയുക, സോൾ ടൈസാണ്. നമ്മളിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാനായിട്ട് സാധിക്കില്ല. മാറിപ്പോകാൻ ശ്രമിക്കും തോറും ഡിവൈനായിട്ട് ഓരോ സാഹചര്യങ്ങൾ കൊണ്ടുവന്ന്, ഇപ്പോൾ ആര് മാറിപ്പോകാൻ ശ്രമിച്ചാലും DM ആയാലും DF ആയാലും ഓരോ സാഹചര്യങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈശ്വരനിൽ വിശ്വസിക്കുക. ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്നത് ഈശ്വരൻ തന്നെയാണ്. നമ്മളെക്കാളുപരി നമ്മളെ ശ്രദ്ധിക്കുന്നതും നമ്മളെ എല്ലാം ടേക്ക് കെയർ ചെയ്യുന്നത് ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ ചെയ്യേണ്ടുന്നത് നെഗറ്റിവിറ്റീസ് എല്ലാം ഒഴിവാക്കുക. നമ്മുടെ ചിന്തയിലോ പ്രവൃത്തിയിലോ ഒരു തരത്തിലുള്ള നെഗറ്റിവിറ്റീസും കൊണ്ടുവരാതെ എപ്പോഴും മൈൻഡും സോളും ക്ലിയറാക്കി വയ്ക്കുക. ഈ ചേസിങ് മെൻറ്റാലിറ്റിയൊക്കെ കുറച്ച് സ്വയം അവനവനിലേക്ക് നോക്കുക. അത് നമുക്ക് സാധാരണ ഒരു ലൈഫിൽ അതാണ് വേണ്ടത്. നമ്മൾ
മറ്റേ പാർട്ട്ണർ, ഇപ്പോൾ വൈഫ് ഹസ്ബൻഡ് അങ്ങനെ എടുക്കുകയാണെങ്കിൽ, ഹസ്ബൻഡ് ഉണ്ടെങ്കിലേ വൈഫ് പൂർണ്ണമാകുമെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ശാരീരികമായിട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ളതുപോലെയാണ് നമ്മളെന്നുള്ള വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതുപോലെ ആയിപ്പോൾ. അതായത് ഒരു വികലാംഗ എന്നൊക്കെ പറയുന്ന പോലെ ഒരു അംഗഭംഗം സംഭവിച്ചൊരു വ്യക്തിയെപ്പോലെ ആയിപ്പോവും നമ്മൾ. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആയോ എന്നറിയത്തില്ല. ഇപ്പോൾ ഒരു വൈഫിന് ആ പാർട്ട്ണർ കൂടെ ഉണ്ടെങ്കിലേ അവർ പൂർണ്ണമാകൂ, ഇല്ലെങ്കിൽ അവർക്ക് എക്സിസ്റ്റൻസ് ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു കുറവ് തന്നെയാണ്. ഓക്കെ, ലേഡീസ് ചേഞ്ച് ആവുന്ന കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഒരു പാർട്ട്ണർ അവർക്ക് ലോസ്റ്റായി പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ എന്തോ ആയിക്കോട്ടെ, ലോസ്റ്റായി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. അതും പ്രത്യേകിച്ച് പഴയ തലമുറയിലുള്ള അമ്മമാർക്കൊക്കെ അവർക്കത് കോൺഗ്രസ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവർ പണ്ട് മുതൽക്ക് തന്നെ പുരുഷ സമൂഹത്തെ ആശ്രയിച്ച് ജീവിച്ച് വന്നവരായതുകൊണ്ട് പെട്ടെന്ന് ലോസ്റ്റായി പോകുമ്പോൾ അവർക്കത് പറ്റത്തില്ല. കുറച്ചുകൂടി ഇതായിട്ടുള്ള ഇപ്പോഴുള്ള തലമുറയെന്നല്ല, കുറച്ചുകൂടി ഒരു 10-30 വയസ്സിലേക്കുള്ള ലേഡീസാണ് അങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നെങ്കിൽ അവർ നല്ല ബോൾഡായിട്ട്, അതുവരെയുള്ള ആളെ ആയിരിക്കത്തില്ല, അവരത്രയ്ക്കും കാര്യങ്ങൾ ഫേസ് ചെയ്ത്, അവരെ നല്ല ജീവിതകാലമാണ്, അപ്പോൾ അത്രയ്ക്കും കാര്യങ്ങൾ അവർ ഫേസ് ചെയ്ത് അവരത്രയ്ക്കും ബോൾഡായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ്, അതുപോലത്തെ ഒരു ജേണി തന്നെയാണ് നമ്മളും അതുപോലെയാണ് ഫേസ് ചെയ്യുന്നത്. നമ്മൾ അതുപോലെയെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നമ്മൾ മെൻ്റലിയാണ് ലോസ്റ്റായി പോകുന്നത്. അയ്യോ നമ്മുടെ പാർട്ട്ണറില്ല എന്നുള്ള ആ ചിന്ത കൊണ്ട് നമ്മൾ ഫുള്ളി ലോസ്റ്റായി പോവുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ബോൾഡായിട്ട് മുന്നോട്ടേക്ക് വന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു DFനെ അല്ലെങ്കിൽ DMനെ നമ്മൾ യോഗ്യമാണ് എന്ന് നമ്മൾ തെളിയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആരാണ് DM അല്ലെങ്കിൽ DF? നമ്മൾ തന്നെയാണ്. ഓക്കെ, നമ്മൾക്ക് യോഗ്യമാണ് എന്ന് നമ്മൾ സ്വയം പ്രൂവ് ചെയ്യുകയാണ്. അപ്പോഴേക്കാണ് അവിടെ ഒരു യൂണിയൻ സംഭവിക്കുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു യൂണിയൻ എന്നൊരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. ഇതിനിടയിൽ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്തായി. ഇതുപോലെ നമുക്ക് ഇടയ്ക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ചാനലിൽ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ, ഗൈഡൻസോ അല്ലെങ്കിൽ കൗൺസിലിങ്ങോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.